Hi everyone, welcome to my channel. So today's topic is going to be English for Communication. BA 4th semester Calicut യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ബേസിക്കലി പറയുന്നത് LSRW സ്കിൽസിനെ പറ്റിയിട്ടാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് സ്കിൽസിനെ പറ്റിയിട്ടാണ്. സോ അക്കോർഡിംഗ് ടു ദ നോട്ട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് വൺ ഇസ് റീഡിങ്. മൊഡ്യൂൾ 1 പറയുന്നത് റീഡിംഗ് സ്കിൽസിനെ പറ്റിയാണ്. So without further ado, let's get into the topic. Reading processes. The process of reading. വായിക്കുന്നതിനെയാണ് reading process എന്ന് പറയാ. There are 4 kinds of reading procedures. റീഡിങ്ങിൽ തന്നെ 4 procedures ഉണ്ടെന്ന് പറയുന്നത്. First is scanning, skimming, general reading and study reading. First one, scanning. While reading, one finds every small bit of information about it. It is reading rapidly to find the specific facts you are looking for. Normally, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഫാക്ട്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ വായിച്ച് ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യും. അതിനെയാണ് സ്കാനിങ് എന്ന് പറയാം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് മാത്രം അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫാക്ട്സ് മാത്രം നമ്മൾ നോക്കി ബാക്കിയൊക്കെ ഇൻഫർമേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതിനാണ് സ്കാനിങ് എന്ന് പറയാം. The second one is skimming. Skimming is covering a lot of information in a short period. നമുക്ക് കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിമ്മിങ് ആണ് യൂസ് ചെയ്യുക. യു ക്യാൻ സ്കിം മെറ്റീരിയൽസ് ബിഫോർ എ ലെക്ചർ ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം. ലെക്ചറിന്റെ മുന്നേ സമയമില്ലെങ്കിൽ നമുക്ക് സ്കിം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വായിച്ചെടുക്കാം. സ്കിം ചെയ്യാനുള്ള 2 ടൈപ്സ് ഉണ്ട്. Always read the first and last paragraph completely. ഫസ്റ്റും ലാസ്റ്റ് പാരഗ്രാഫും കംപ്ലീറ്റ്ലി റീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബിക്കോസ് അത് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ പാരഗ്രാഫ്സ് ആയിരിക്കും. പിന്നെ ഓൾസോ റീഡ് ദ ഫസ്റ്റ് സെന്റൻസ് ഓഫ് ഓൾ ദി അതർ പാരഗ്രാഫ്സ്. എല്ലാ പാരഗ്രാഫ്സിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്തായാലും വായിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. General reading. The most frequent process once you go out of school. സ്കൂൾ കഴിഞ്ഞ് നമ്മൾ വായിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ നോർമലി ജനറൽ റീഡിംഗ് ആണ് യൂസ് ചെയ്യാറ്. The average reading rate for college students is 250 words per meter. WPM എന്ന് പറഞ്ഞാൽ words per meter ആണ്. കോളേജ് സ്റ്റുഡൻസിൻ്റെ റീഡിംഗ് റേറ്റ് അല്ലെങ്കിൽ റീഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 250 words per minute ആയിരിക്കും. With 70% of comprehension. 70% അതിൽ കോംപ്രഹെൻഷനും ഉണ്ടാവും. When doing a general reading, you should try to avoid vocalizing and regression. Normally നമ്മൾ ജനറൽ ആയിട്ട് റീഡ് ചെയ്യുവാണെങ്കിൽ വോക്കലൈസിങ്ങും റിഗ്രഷൻസും അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. വോക്കലൈസിങ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ആണ് പറയുന്നത്. പ്രൊനൗൺസിയേഷനും റിഗ്രഷൻ എന്ന് പറഞ്ഞാലും റീഡിങ്. നമ്മൾ ഒരേ സെൻറ്റൻസസ് 2 പ്രാവശ്യം വായിക്കാൻ പാടില്ല റീഡിങ് എന്നാണ് പറയുന്നത് ജനറൽ റീഡിങ്ങിൽ. നെക്സ്റ്റ് വൺ, which is the last one, is study reading. Most frequently used by students. Study എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നതാണ്. For the ones who need to advance their reading. നമുക്ക് റീഡിംഗ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി റീഡിംഗ് ആണ് ചെയ്യേണ്ടത്. It includes all the authentic texts from textbooks, journals, references, etc. Authentic text ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലും ജേർണൽസിലും റെഫറൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചേഴ്സും കുറച്ച് നല്ല വൊക്കാബുലറി ഉള്ള വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ബേസിക്കലി നമ്മുടെ ലേണിംഗ് ആൻഡ് റീഡിംഗ് അഡ്വാൻസ് ആക്കാൻ വേണ്ടിയായിരിക്കും. സോ ദീസ് ആർ 4 kinds. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ടു ഇംപ്രൂവ് റീഡിംഗ്. റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, annotations in highlights. Highlighting and underlining the valuable information and noting down the questions and answers while reading. വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ അതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. പിന്നെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ നോട്ട്സ് എഴുതാനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എഴുതാനും ആണ് പറയുന്നത്. Number 2, personalize the contents. Having the students take personal notes with the text by writing it down on a piece of paper. നമ്മൾ എന്താ വായിക്കുന്നത് അതിനെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക.
ലൈക്ക് ഇഫ് വി ഹാവ് ഹാഡ് എനി എക്സ്പീരിയൻസസ്, നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ വായിക്കുന്ന പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. Number 3, practice problem solving. Blend real world problem solving skills into your curriculum. നമ്മുടെ റിയൽ വേൾഡിൽ നടക്കുന്ന പ്രോബ്ലംസ് നമ്മൾ വായിക്കുന്നത് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയും. Number 4, incorporate more senses. Add in activities that improve learning. ലേൺ ചെയ്യാൻ കുറേ കരിക്കുലം ആൻഡ് കോ കരിക്കുലം ആക്ടിവിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ വളരെ ഈസി ആയി തുടങ്ങും. ബിക്കോസ് പ്രാക്ടിക്കൽ ഈസ് ഓൾവേസ് ബെറ്റർ ദൻ തിയറി. Number 5, understand common themes. Ask your students to share their findings with the class. ക്ലാസ്സിലിരുന്ന് നമ്മൾ വായിക്കുവാണെങ്കിൽ വാട്ട് യു ഫൈൻഡ് യു ടെൽ ടു യുവർ മേറ്റ്സ്. അങ്ങനെ ആകുമ്പോൾ ഷെയർ ചെയ്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവും നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവും വെക്കാൻ കഴിയും. ദാറ്റ് വിൽ മേക്ക് ലേണിംഗ് ആൻഡ് റീഡിങ് എ ലോട്ട് മോർ ഈസിയർ. Number 6, set reading goals. Set certain goals per day for easy reading. നമ്മൾ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചോളൂ. അതിൽ സർട്ടൻ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ടുഡേ അല്ലെങ്കിൽ ഒരു ദിവസം 2 പേജസ് വായിക്കുക. അങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും വായിക്കാൻ. Number 7, read in portions. Read in parts and portions for quick learning. ഓരോ പാർട്ട് തിരിച്ചും ഓരോ സെക്ഷൻസ് തിരിച്ചും ഓരോ പോർഷൻസ് തിരിച്ചിട്ട് വായിക്കണം. ദാറ്റ് വിൽ മേക്ക് someone to learn very easily. അടുത്ത പോയിന്റ്, വിഷ്വൽ എയ്ഡ് ആൻഡ് ഗ്രാഫിക്സ്. Images that assist you in understanding the text which accompanies the visual aid line, graphs, charts and diagrams and tables help. വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇമേജസും വിഷ്വൽസും ഗ്രാഫിക്സും കണ്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസി ആവും. അതാണ് വിഷ്വൽ എയ്ഡ് ആൻഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. വിഷ്വൽ എയ്ഡ്സ് ആർ ഡിസൈൻ ടു സമറൈസ് ദ ഇൻഫർമേഷൻ. നമ്മുടെ കയ്യിൽ എന്ത് ഇൻഫർമേഷൻ ഉണ്ടെന്ന് കരുതിക്കോളൂ. അത് ഫോർ എക്സാമ്പിൾ ഒരു വലിയ പാരഗ്രാഫാണ്, പക്ഷെ അതിൻ്റെ വിഷ്വൽ എയ്ഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കാണിച്ചു തന്നാൽ നമുക്ക് പിക്ചർ നോക്കിയിട്ട് തന്നെ അതിനെ സമ്മറൈസ് ചെയ്യാൻ കഴിയും. പിന്നെ വിഷ്വൽ എയ്ഡ്സ് അലൗ ദ റൈറ്റർ ടു എക്സ്പ്ലെയിൻ കോംപ്ലെക്സ് ഐഡിയാസ് ഈസിലി. എന്തെങ്കിലും കോംപ്ലെക്സ് ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലെക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഈസിലി നമുക്ക് കാണിക്കാൻ കഴിയും ബൈ വിഷ്വൽ എയ്ഡ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ്. Graphic effects. The text doesn't support the graphic. The graphics support the text. Graphics is 7 format as a table, graph, chart, photograph, drawing, diagram. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക് എഫക്ട്സ്. ദ ടെക്സ്റ്റ് ഡസൻറ്റ് സപ്പോർട്ട് ദ ഗ്രാഫിക് ബട്ട് ദ ഗ്രാഫിക് സപ്പോർട്ട് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഒരിക്കലും ഗ്രാഫിക്കിനെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ ഗ്രാഫിക് ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. ടെക്സ്റ്റ് ഗ്രാഫിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ നമ്മളുടെ ടെക്സ്റ്റ് ഒരിക്കലും നമ്മൾ വരച്ച ഡയഗ്രാമിനെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് അതിനെ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ ഡീമോണിറ്റൈസേഷനെ പറ്റി. സോ ഡീമോണിറ്റൈസേഷനെ നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം? നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ്സ് വരച്ച് കാണിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ചാർട്ട് വരച്ച് കാണിച്ചു കൊടുക്കാം, എത്ര ഡീമോണിറ്റൈസ്ഡ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൺട്രിയിൽ എക്സെട്ര. അപ്പോൾ ഇതിനെ ടെക്സ്റ്റ് ഡസൻ സപ്പോർട്ട് ദ ഗ്രാഫിക് എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ഒരിക്കലും ഒരു ഗ്രാഫിക്കിനെ സപ്പോർട്ട് ചെയ്യില്ല, മറിച്ച് ഗ്രാഫിക്കാണ് ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു ഗ്രാഫിക് വരച്ച് കഴിഞ്ഞാലുള്ളൂ നമ്മൾ എന്താ എഴുതിയ അല്ലെങ്കിൽ അവരെന്താ എഴുതിയെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഗ്രാഫിക്സ് ഇതിനെ സപ്പോർട്ടാണ് ചെയ്യാറെന്നാണ് പറയുന്നത്. പിന്നെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ് എന്നാണ് പറയുന്നത്. 7 ഫോമാറ്റ്സ്, tables, graphs, chart, photograph, drawing, diagrams. Type of graphics in technical communication. Technical communicationil വരുന്ന graphics എന്താണെന്ന് വെച്ചാൽ effective writing in business, industry and government usually implies effective graphics. ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ഗവൺമെൻറ്റിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഗ്രാഫിക്സ് ഈസിലി അവർക്ക് എന്തുണ്ടെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ളതായിരിക്കും. The best way to show is by presenting data in the form of graphs, diagrams, flowcharts and other graphics.
എന്ത് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈസിലി വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ ഫ്ലോ ചാർട്ട്സ്, പിക്ചേഴ്സ് എക്സെട്ര. The writer has twofold goals in creating graphics. Graphics create ചെയ്യാൻ 2 main goals ഉണ്ടെന്നാണ് പറയുന്നത്. To make the data stand out on the page and to make the data support the main purpose of the document as clearly and strongly as possible. First, to make the data stand out on page. നമ്മൾ കാണുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആവണം എന്നാണ് പറയുന്നത്. എന്നാലുള്ള ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു രസം തോന്നുക, അത് ഇനിയും കാണാൻ തോന്നുക. സോ ബേസിക്കലി സ്റ്റാൻഡ് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സെക്കൻഡ്ലി, നമ്മൾ എഴുതിയ ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നു. സോ ഒരാൾക്ക് ടെക്സ്റ്റ് പറഞ്ഞ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നോർമലി പൊതുവെ നമ്മൾ ഗ്രാഫിക്സ് കാണിച്ചു കൊടുത്താൽ അവർക്ക് ഈസിലി മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് സ്കിൽസ് ഫോർ സ്പീഡി റീഡിങ്. സ്പീഡായി റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. റാപ്പിഡ്ലി അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്സ്റ്റ് ആൻഡ് റീഡിങ് ഇറ്റ് ആസ് ക്വിക്ക് as പോസിബിൾ റാദർ ദൻ ഐഡൻറ്റിഫൈങ് ഇൻഡിവിജ്വൽ വേർഡ്സ്. ഇൻഡിവിജ്വൽ വേർഡ്സ് അല്ലെങ്കിൽ ഓരോ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ തപ്പി വായിക്കുന്നതിനേക്കാൾ നല്ലത് സ്പീഡായി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. So first is pointer method. Utah school teacher Evelyn Nielsen Wood was one of the pioneers of speed reading. Speed reading കണ്ടെത്തിയത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഫസ്റ്റ് വിമൻ ആയിരുന്നു യൂട്ട സ്കൂൾ ടീച്ചർ എവലിൻ നീൽസൺ. യൂട്ട എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. അവിടുത്തെ ടീച്ചർ എവലിൻ നീൽസൺ വുഡാണ് മനസ്സിലാക്കിയത് പോയിന്റർ മെത്തേഡ് എന്താണ്. ഇൻ ദ 1950s she claimed that she could read up to 2,700 word per minute if she swept a finger along the line as she read. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 1950 ക്ലെയിം ചെയ്തു ദാറ്റ് പുള്ളിക്കാരത്തിക്ക് 2,700 വേർഡ്സ് പെർ മിനിറ്റ് 2,700 വേർഡ്സ് പെർ മിനിറ്റ് പൊതുവെ 250 വേർഡ്സ് പെർ മിനിറ്റ് ആണ് വായിക്കാൻ പറ്റുക ഒരാൾക്ക്. സോ ഈ സ്കൂൾ ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2,700 വേർഡ്സ് പെർ മിനിറ്റ് വായിക്കാൻ പറ്റും ഓൺലി ഇഫ് ഐ പ്ലേസ് എ ഫിംഗർ അലോങ് വിത്ത് റീഡിങ്. സോ നമ്മൾ ഒരു വിരൽ വെച്ച് വായിക്കില്ലേ, ലൈക്ക് അല്ലെങ്കിൽ ഒരു പെന്ന് വായിക്കുന്ന സെൻറ്റൻസിൻ്റെ താഴെ ഒരു പെന്ന് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് എന്താ വായിക്കുന്നതെന്ന് മനസ്സിലാക്കി വായിക്കും. സോ വാട്ട് ഷീ സെഡ് വാസ് അങ്ങനെ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ റീഡ് അപ് ടു 2,700 വേർഡ്സ് പെർ മിനിറ്റ് എന്ന് ക്ലെയിം ചെയ്തു. This became known as the pointer method and is also sometimes called hand pacing or meta guiding. ഇത് പോയിന്റർ മെത്തേഡായി നമ്മുടെ ഫിംഗറിൻ്റെ പിൻ പോയിന്റ് വെച്ച് നമ്മൾ വായിച്ചാൽ നമുക്ക് റീഡ് ചെയ്യാൻ കുറച്ചും കൂടി സ്പീഡായി കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനെ ഹാൻഡ് പേസിങ്ങും മീറ്റ ഗൈഡിങ്ങും എന്ന് പറയും. ഹോൾഡിംഗ് എ കാർഡ് അണ്ടർ ഈച്ച് ലൈൻ ആൻഡ് ഡ്രോയിങ് ഇറ്റ് ഡൗൺ ദ പേജസ് യു റീഡ് വർക്ക്സ് ആസ് ജസ്റ്റ് വെൽ. ഹോൾഡിംഗ് എ കാർഡ് അല്ലെങ്കിൽ ഒരു പെൻ നോർമലി നമ്മൾ പ്ലേസ് ചെയ്ത് വായിച്ചാൽ നമ്മൾ വായിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ it's easy for us to read in a very speed manner. Next one, the tracker and pacer method. When you hold a pen while reading and underline each sentences you read, this will help you to increase the pace of reading. വായിക്കുന്ന സമയത്ത് ഒരു പെന്ന് ഹോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പോയാൽ നമുക്ക് വായിക്കാൻ കുറച്ചും കൂടി ഈസി ആവുമെന്നാണ് പറയുന്നത്. Try not to spend more than 1 second in one sentence. ഒരു സെൻറ്റൻസിൽ 1 സെക്കൻഡിൽ കൂടുതൽ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. തേർഡ് വൺ ഇസ് ദ സ്കാനിങ് ഓർ പ്രിവ്യൂയിങ് മെത്തേഡ്. സ്കാനിങ് ഇസ് ക്വിക്ലി മൂവിങ് യുവർ ഐസ് ത്രൂ ഔട്ട് ദ പേജ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ദ പേജ് നമ്മൾ പെട്ടെന്ന് വായിച്ചെടുക്കുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുക. നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് ഇൻറ്റൻസീവ് റീഡിങ്. ദിസ് ഇസ് റീഡിങ് ഇൻ ഡീറ്റെയിൽ വിച്ച് specific learning tasks. Every word is read in a detailed manner. ഇൻറ്റൻസീവ് റീഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് വായിക്കുക എന്നാണ്. നമ്മളെല്ലാ വേർഡ്സും ഇൻഡിവിജ്വലി മനസ്സിലാക്കി വായിക്കുക എന്നാണ് ഇൻറ്റൻസീവ് റീഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്റ്റെൻസീവ് റീഡിങ്. എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് റീഡിങ് ഫോർ യുവർ എൻജോയ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് യുവർ ജനറൽ റീഡിങ് സ്കിൽസ്. നമ്മളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും വായിക്കാം, പതുക്കെ വായിക്കാം, സ്പീഡിൽ വായിക്കാം. ഇത് ജനറൽ റീഡിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ലീഷർ റീഡിങ്. ലീഷർ റീഡിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓൾസോ കോൾഡ് ഫ്രീ റീഡിങ്.
ലീഷർ റീഡിങ്ങിന് ഫ്രീ റീഡിംഗ് എന്നും വിളിക്കും. ദിസ് ഇൻക്ലൂഡ്സ് റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, ബ്ലോഗ്സ്, വെബ്സൈറ്റ്സ് എക്സെട്ര. നോർമലി നമ്മൾ ന്യൂസ് പേപ്പേഴ്സ്, ബ്ലോഗ്സ്, വെബ്സൈറ്റ്സ് ഒക്കെ ഇപ്പം നിങ്ങളിത് വായിച്ച് പോകുന്നുണ്ടാവില്ലേ, അതിനെ ഫ്രീ റീഡിംഗ് എന്നാണ് പറയുക. The seventh one is aesthetic reading. This is to read for entertainment purposes. The reader usually reads literature to improve their thoughts, feelings and emotions. Aesthetic purpose അല്ലെങ്കിൽ എസ്തെറ്റിക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വായിക്കാൻ ഉള്ള റീഡിംഗ് ആണ്. യൂഷ്വലി നമ്മുടെ ലിറ്ററേച്ചറും ഫീലിങ്സും തോട്ട്സും ഇമോഷൻസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹാവ് എ ഗുഡ് ഡേ എവറി വൺ.